ഓം ശാന്തി. മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരുപാട് വഴികൾ പല വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പലരും പല വീഡിയോസും കണ്ട ശേഷം എനിക്ക് ഇതിന് പറ്റുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യാനുണ്ട്, ഏകാഗ്രത കിട്ടുന്നില്ല, കമൻറ്റ് കേട്ട് മെഡിറ്റേഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കോൺസെൻട്രേഷൻ പതറിപ്പോകുന്നു, എന്തെങ്കിലും വായിക്കാനിരിക്കുമ്പോൾ മനസ്സ് അവിടേക്ക് ഇവിടേക്ക് ഓടിപ്പോകുന്നു, ഇങ്ങനെ ഒരുപാട് പേരുടെ പരാതികൾ അഥവാ കുറേ ആളുകളുടെ ചോദ്യങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു അമേസിങ് ആയിരിക്കുന്ന അതേസമയം സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന ഒരു രീതിയെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രാക്ടിക്കലാക്കാനും എളുപ്പമായിരിക്കും. നമ്മുടെ മനസ്സിനെ വലിയൊരു കളിക്കളമായിട്ട് കാണുക. ആ കളിക്കളത്തിൽ ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ളതായിട്ടുള്ള ഒരുപാട് വികാരങ്ങൾ, അത് ദയയായിട്ടും കരുണയായിട്ടും ശാന്തിയായിട്ടും ചിലപ്പോൾ ക്രോധമായിട്ടും അങ്ങനെ നിരവധി കോർട്ടുകളുള്ളതായിരിക്കുന്ന ഒരു കളിക്കളാണെന്ന് വിചാരിക്കാം. അതിൽ നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഈ ഓരോ കളിക്കളങ്ങളും ഓരോ ഫീലിങ്സാണ്. ദേഷ്യം അതൊരു ഫീലിംഗ് തന്നെയാണ്, സ്നേഹം അതൊരു ഫീലിംഗ് ആണ്, ശാന്തി അതും ഒരു അനുഭൂതിയാണ്. ഇങ്ങനെ വെറൈറ്റി ആയിരിക്കുന്ന അനുഭൂതികൾ നിറഞ്ഞതായിരിക്കുന്ന ഈ കളിക്കളത്തിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് തോട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് ഒരു ബോൾ എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഈ ബോൾ ഏത് കോർട്ടിൽ പോയിട്ട് തൊടുന്നുണ്ടോ അവിടെ ആ ലൈറ്റ് തീർച്ചയായിട്ടും കത്തും. ഒരു ലൈറ്റ് ബോൾ ആണെങ്കിൽ അവിടെ ചെല്ലുന്നതോടുകൂടി അതവിടെ പ്രകാശിക്കും. നിങ്ങളുടെ തോട്ട് പോസിറ്റീവ് തോട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോസിറ്റീവായിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. സ്നേഹത്തിൻ്റെ തോട്ടാണെങ്കിൽ സ്നേഹത്തിൻ്റെ ഫീലിംഗ് ഉണ്ടാവും. ശാന്തിയുടെ തോട്ട്സ് ആണെങ്കിൽ ശാന്തിയുടെ ഫീലിങ്സ് ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അശാന്തിയുടെ ദുഃഖത്തിൻ്റെ തോട്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ബോൾ അവിടെ പ്രകാശിക്കും. ആ ഫീലിംഗ് ആക്റ്റീവ് ആകും. ഒരു ഫീലിംഗ് ആക്റ്റീവ് ആകുമ്പോൾ ഒരു അനുഭൂതി നമ്മളിവിടുന്ന് ഉണർന്നു വരുന്നതോട് കൂടിയിട്ട് ആ രീതിയിലുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യായി പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആ ലെവലിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പും ഓരോ കർമ്മവും അതിൻ്റെ ആധാരത്തിലായിരിക്കും. ആ കർമ്മം അഥവാ സങ്കല്പം, വാക്ക് ഇതൊക്കെ അതേ ഊർജ്ജമായി നമ്മളുള്ളിലേക്ക് തിരിച്ചു വരും. എഗെയിൻ ആൻഡ് എഗെയിൻ ദ സെയിം ലെവൽ ഓഫ് ബോൾസ് ദ സെയിം കോർട്ടിൽ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ പറയും എൻ്റെ ദിവസങ്ങൾ വളരെ മോശമാണ്, അല്ലെങ്കിൽ എൻ്റെ ദിവസം വളരെ നല്ലതാണെന്ന് പറയുന്നു. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനം. ഈ പ്രവർത്തനത്തിന് ഈ ഒരു ബോളിനെ നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പുറമെയുള്ള ആളുകൾ നിങ്ങൾക്ക് ഓരോരോ ബോൾ ഇട്ട് തരും. ആ ഇട്ട് തരുന്ന ബോൾ ക്രോധത്തിൻ്റെ ആണെങ്കിൽ നിങ്ങളെ കളിയാക്കി, നിങ്ങൾ അപമാനിച്ചു, ക്രിട്ടിസൈസ് ചെയ്തു, ക്രോധത്തിൻ്റെ ബോൾ ഇട്ട് തന്നു, ആ കോർട്ടിൽ പോയി തട്ടി, ഉടനെ ഇറിറ്റേഷൻ ഇവിടെ നിന്ന് ആരംഭിച്ചു, ആ ഫീലിംഗ് വന്നു, ഒരാൾ നിങ്ങളോട് സംസാരിക്കാൻ വന്നു, ദ സെയിം ഫീലിംഗ് നിങ്ങൾ ആക്റ്റീവായി, അവരൊരു പക്ഷേ വിചാരിച്ചതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, വീണ്ടും അതേ രീതിയിൽ നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അവരും നിങ്ങൾ മോശമായി റിയാക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ കുറച്ചുകൂടെ നിങ്ങളോട് മോശമായി പെരുമാറും. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഇറിറ്റേറ്റീവായിട്ട് മാറും. അത് നല്ല സ്നേഹത്തിൻ്റെ ആണെങ്കിൽ ഒരാൾ നിങ്ങളോട് ഒരുപാട് സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ പെരുമാറിയെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്നും ആ സ്നേഹവും റെസ്പെക്റ്റും ഉണരാൻ തുടങ്ങും. അത് പതുക്കെ പതുക്കെ അത്തരം ഫീലിങ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു എന്ന് പറയുന്നു നമ്മൾ. ഈ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും ഏത് ഫീലിങ്ങിലാണോ നമ്മുടെ തോട്ട്സ് ആകുന്ന ബോൾ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആധാരത്തിൽ ആ ഫീലിംഗ് എഗെയിൻ ആൻഡ് എഗെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ രീതിയിൽ അന്നത്തെ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ കൊച്ചു കൊച്ചു ദിവസങ്ങളായിട്ടുള്ള എനർജിയുടെ കാർമിക് അക്കൗണ്ട്സിൻ്റെ ഓരോരോ എനർജി ഫീൽഡും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെത്ര കൂടുതൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി പതുക്കെ പതുക്കെ പോസിറ്റീവിലേക്കും പോകും, നെഗറ്റീവ് ആണെങ്കിൽ പതുക്കെ പതുക്കെ നെഗറ്റീവിലേക്കും പോകും, റിയാക്റ്റീവ് ആണെങ്കിൽ റിയാക്റ്റീവായിട്ട് പോകും, അതല്ല സൗമ്യമാണെങ്കിൽ സൗമ്യമായിട്ട് പോകും, ശാന്തമായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അവസ്ഥയിലേക്ക് പോകും. നമ്മൾ പരിതസ്ഥിതികളാകുന്ന ഒരു വലിയ ബോളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് ബോൾ ആരിട്ട് തരുന്നോ അതിനൊക്കെ നിങ്ങളുടെ ഫീലിങ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അതനുസരിച്ച് വിഷമിക്കുകയും കരയുകയും സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന യാത്ര ഇങ്ങനെ നിരാശയും സങ്കടവും വിഷമവും ദുഃഖവും കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അറിഞ്ഞോ അറിയാതെയോ കുട്ടിക്കാലം തൊട്ട് നമ്മളൊക്കെ ജീവിച്ചു പോയത്. അതിൻ്റെ ഫലമായിട്ടാണ് ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടുന്നു, സ്ട്രെസ്സ് കൂടുന്നു, ഇറിറ്റേഷൻ കൂടുന്നു, കുറേയല്ല. ജീവിതം മുന്നോട്ട് വരുമ്പോൾ, അറിവ് നേടുമ്പോൾ, അനുഭവം നേടുമ്പോൾ അതിൻ്റെ ആധാരത്തിൽ മനുഷ്യൻ കുറേയും കൂടെ ശാന്തമായിട്ടും ഹാപ്പി ആയിട്ടും അല്ല മാറുന്നത്. ഓരോ ദിവസം കഴിയും തോറും ടെൻഷൻ, വറി, നിരാശ, എനിക്കൊന്നും ആവില്ല, മതിയാക്കുന്നു, ഇങ്ങനെയുള്ളതായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സ് ആക്റ്റീവായിട്ട് വരികയും ജീവിതം മടുത്തു പോവുകയും ചെയ്യുകയാണ്.
ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ബോളിനെ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് എടുക്കണം. ആ ബോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എടുക്കാനുള്ളതായിരിക്കുന്ന 2 ശക്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്ന് നമ്മുടെ ഏകാഗ്രതയുടെ ശക്തിയും മറ്റൊന്ന് ഇച്ഛാശക്തിയും. ഏകാഗ്രതയുടെ ശക്തിയെ ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നു അതിന് ഹോളായിട്ട് ആ കാര്യം നിങ്ങൾ ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളോട് നിങ്ങൾ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ആ ഫോണിൽ സംസാരിച്ചു കൊണ്ട് വേറൊരു കാര്യം ചെയ്യാതിരിക്കുക. ഫോണിൽ സംസാരിക്കുമ്പോൾ ആ ഫോണിൽ പറയുന്ന ആൾ എന്താ പറയുന്നത് കേൾക്കുക. അയാളോട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഹാർട്ടോട് കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മുന്നിലിരിക്കുന്ന ഒരാളോട് സംസാരിക്കുകയാണോ, നിങ്ങളുടെ ഫാമിലി മെമ്പറോട് സംസാരിക്കുകയാണോ, അവർക്ക് വേണ്ടി ആ സമയം കൊടുക്കുക. അവരോട് സംസാരിച്ചു കൊണ്ട് വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ സ്റ്റാഫിനോട് സംസാരിക്കുകയാണെങ്കിൽ അവരോട് സംസാരിക്കുക, ഫുള്ളായിട്ട് അവരോട് സംസാരിക്കൂ. നിങ്ങൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ആഹാരം കഴിക്കൂ. അതിൻ്റെ കൂടെ മറ്റൊരാളോട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, അത് ചെയ്തു, നമ്മുടെ ശ്രദ്ധ മുഴുവൻ കറങ്ങിപ്പോയി ഇതെങ്ങനെയോ അകത്തുപോയി ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മുടെ മനസ്സ് മറ്റെവിടേക്കെങ്കിലും അലയാനുള്ള പെർമിഷൻ നമ്മളതിന് കൊടുക്കുകയാണ്. ഏതൊരു കാര്യം നിരന്തരം ചെയ്യുന്നു അത് സ്വഭാവമാവും. സിമ്പിളായിട്ട് നോക്കിയേ, നമ്മളൊരു വാച്ച് കെട്ടി എന്നും സമയം നോക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസം വാച്ച് കെട്ടാൻ മറന്നുപോയെങ്കിൽ പലതവണ കയ്യിൽ നോക്കിയിട്ട് അയ്യോ ഇന്ന് ഞാൻ വാച്ച് കെട്ടാൻ മറന്നുപോയി എന്ന് പറയാറുണ്ട്. ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മുടെ സംസ്കാരത്തിലേക്ക് മാറുന്നത് റിപ്പീറ്റായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം മുതൽ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ, ഞാൻ പച്ചക്കറി കട്ട് ചെയ്യാനോ ഒക്കെ ഞാൻ പച്ചക്കറി കട്ട് ചെയ്യാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയത്, പച്ചക്കറി കട്ട് ചെയ്യാന്നുള്ള കാര്യം ഒരു പ്രാവശ്യമല്ലേ ഓർക്കേണ്ടതുള്ളൂ, വീണ്ടും വീണ്ടും ഓർക്കണ്ടല്ലോ. ഈ പച്ചക്കറിയുടെ കഷ്ണം മുറിക്കുമ്പോൾ വെണ്ടയ്ക്കര 1ാമത്തെ കഷ്ണം മുറിഞ്ഞു, 2ാമത്തെ കഷ്ണം മുറിഞ്ഞു, ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് പറയും ഇത് ബോറടിക്കുന്ന ചിന്തയാണ്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും തോട്ട്സിലേക്ക് പോട്ടെ, അതങ്ങോട്ട് കറങ്ങാൻ പോകും. അങ്ങനെ കറങ്ങാൻ പോയാൽ എഗെയിൻ നമ്മുടെ കോൺസെൻട്രേഷൻ, ഏകാഗ്രത നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരോടും കുട്ടികളോട് പറയും, കുട്ടികളെ ശ്രദ്ധയോടെ പഠിക്കൂ, മോനെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക, മോനെ ശ്രദ്ധിച്ച് ആ കാര്യം ചെയ്യ്, മോളെ ശ്രദ്ധിക്കൂ എന്ന് പറയും. എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് അതാരും നമുക്ക് പറഞ്ഞു തരുന്നുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ബെസ്റ്റ് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സംസാരിക്കുകയാണോ നാച്ചുറലായിട്ട് ആ പറയുന്ന കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും. അതേസമയം ഒരു ആക്ടിവിറ്റി റെഗുലറായി ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ന്യൂറോൺ പാത്വേ എവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. വണ്ടിയമ്മ കയറിയിരിക്കുന്നു, നമ്മൾ ചാവി ഇടുന്നു, ഓപ്പൺ ആക്കുന്നു, പോകുന്നു, പിന്നെ മനസ്സിന് അവിടെ ഇരിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ മനസ്സ് പറയും വെറുതെ ഇരുന്ന് ബോറടിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ പോട്ടെ എന്ന് പറയും, പുറത്തേക്ക് എവിടേക്കെങ്കിലും അലയാൻ പോകും. അതില്ലാതാക്കാൻ കർമ്മയോഗം എന്ന വണ്ടർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്ക് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഈ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ വെണ്ടയ്ക്ക മുറിക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്ക മുറിക്കണമെങ്കിൽ എനിക്ക് കഷ്ണം നോക്കി ക്ലീൻ ആവണം, കാണണം, അതിൽ പുഴുണ്ടോ എന്ന് നോക്കണം. പക്ഷേ എൻ്റെ മനസ്സ് അവിടെ തങ്ങി നിന്നോളണമെന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട്, ഈശ്വരൻ്റെ ഊർജ്ജത്തെ നമ്മളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഞാൻ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിന് എക്സ്പീരിയൻസ് ചെയ്യുക, ഫീൽ ചെയ്യുക. ആ ഫീൽ ചെയ്തുകൊണ്ട് ആ സ്ഥിതിയിൽ മനസ്സ് എൻജോയ് ചെയ്തുകൊണ്ട് കൈകൊണ്ട് കർമ്മം ചെയ്താൽ നിങ്ങൾ ഫുള്ളായിട്ട് പ്രസൻ്റായിട്ട് ആ കർമ്മത്തിലിരിക്കും. ഇങ്ങനെ ഏതൊരു കാര്യം നിങ്ങളുടെ മനസ്സും ബുദ്ധിയും അർപ്പിക്കേണ്ടാത്ത കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്യും മുന്നേ ഓക്കെ ഞാൻ ഈ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇപ്പം മനസ്സ് എവിടേക്കാണ് പോകാൻ പോകുന്നത്? മനസ്സ് ഞാൻ ഈശ്വരനെ ഓർമ്മിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിനെ കുറിച്ച് ഞാൻ തോട്ട് ക്രിയേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ 2 ലെവലിൽ അവെയറാണ്. മനസ്സ് എവിടെയാണെന്ന് എനിക്കറിയാം, ഒപ്പം മനസ്സ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കർമ്മം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മൾട്ടി ടാസ്കിങ് എന്നതായിട്ടുള്ള നിങ്ങളുടെ എബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ശ്രദ്ധ നമ്മുടെ കർമ്മത്തിലേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൽ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല ശ്രദ്ധ കൊണ്ടുവരാൻ, എന്നാൽ ഒറ്റയടിക്ക് ആദ്യം നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ട് ഇവിടെ വാ, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്താണ്, ശ്രദ്ധ ഇങ്ങോട്ട് വാ, ശ്വാസത്തിലേക്ക് വരട്ടെ, എന്നിട്ട് ആ കർമ്മം ഓർക്കും, എന്നിട്ട് ഭഗവാനെ ഓർക്കും. ഇങ്ങനെ ഒരു ടെക്നിക്കായിട്ട് കുറച്ച് ദിവസം നമ്മൾ ആ കാര്യം തന്നെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നമ്മുടെ മനസ്സിനെ കർമ്മത്തിലേക്ക് കൊണ്ടുവന്ന് കർമ്മത്തിലൊപ്പം ഈശ്വരൻ്റെ ഓർമ്മ മിങ്കിൾ ചെയ്യിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയ വളരെ വേഗത്തിൽ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഒരു 21 ദിവസം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഏകാഗ്രത പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൂടെ വരാൻ തുടങ്ങും. അത് മനസ്സിന് ശീലമാവും. ഞാനിപ്പം
മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുകയാണ്, എൻ്റെ മനസ്സിപ്പോൾ എവിടെയാണ് പോകേണ്ടത്? ഈശ്വരൻ്റെ അടുത്തേക്ക്. ഞാൻ പഠിക്കാനിരിക്കുകയാണ്, എൻ്റെ മനസ്സ് എവിടെയാണ് വേണ്ടത്? പഠനത്തിലാണ്. ഞാൻ ഒരാളോട് സംസാരിക്കുക, ഒരു പ്ലാൻ ചെയ്യുകയാണ്, ഇപ്പം എൻ്റെ മനസ്സ് എവിടെയാണ് വേണ്ടത്? ഇവിടെ. അങ്ങനെ എന്ത് ചെയ്യുന്നു അവിടെയാണ് വേണ്ടത് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അവിടെ കൊണ്ടുവരിക, ഒന്ന് ചെക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. നമ്മളെ ചെക്ക് ചെയ്യാൻ വേറൊരാൾക്കും പറ്റില്ല, നമുക്കേ പറ്റൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിനെ നമ്മുടെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒപ്പത്തിനൊപ്പം ഒരു കാര്യം എനിക്ക് ചെയ്യണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഇച്ഛാശക്തി ആവശ്യമാണ്. ഇച്ഛാശക്തി നമുക്ക് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ 3 കാര്യങ്ങൾ കൊണ്ടുവരിക. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, ഇപ്പം ഞാനൊരു പാത്രം കഴുകാമെന്ന് വിചാരിച്ചു ഉദാഹരണത്തിന്. ആ പാത്രം കഴുകുകയാണെങ്കിൽ ആ പാത്രം കഴുകുന്ന ഇടയ്ക്ക് വിട്ട് വേറൊരു കാര്യം ചെയ്യേണ്ട. ആ പാത്രം കഴുകുന്ന കാര്യത്തിൽ നന്നായി ചെയ്യുക, അത് മാക്സിമം നന്നായി ചെയ്യുക, വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ, വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് ചെയ്യുക, ആരും ചെയ്യുന്നതിനേക്കാൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്യണം. ഇങ്ങനെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ 3 കാര്യം, ആ കാര്യം പൂർത്തിയാക്കണം, അത് നന്നായി ചെയ്യണം, നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി ചെയ്യണം, മറ്റാര് ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്യാൻ നമുക്ക് പറ്റണം. വിചാരിക്കും നമ്മൾ എഴുന്നേറ്റ ഉടനെ ഒരു ബെഡ്ഷീറ്റ് ശരിയാക്കി വെക്കുന്നതാണെങ്കിലും, നമ്മുടെ റൂം ഒന്ന് നീറ്റാക്കി വെക്കുന്നതാണെങ്കിലും, പാത്രം കഴുകുന്നതാണെങ്കിലും, കഴിക്കാൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കാനുള്ള സമയം ഉണ്ടെന്ന് വിചാരിച്ച് എനിക്ക് പറ്റുന്നതേ ഉള്ളൂ. എനിക്ക് കുക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ കഴിക്കാനും സമയമുണ്ട്, പാത്രം കഴുകാനും സമയമുണ്ട്. ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വിചാരിച്ചാൽ ഇല്ല. അങ്ങനെ ഏതൊരു കാര്യവും ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് പൂർണ്ണമായിട്ട് ചെയ്യും, അത് നന്നായി ചെയ്യും, അത് ഏറ്റവും നന്നായി ചെയ്യും. ഈ 3 കാര്യങ്ങളെ ഓരോ കർമ്മത്തിലും കൊണ്ടുവന്ന സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സും നമ്മുടെ ഇച്ഛാശക്തി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ചെയ്യുന്നതെന്തും പെർഫെക്റ്റായി ചെയ്യുക എന്നത് നമ്മുടെ സംസ്കാരമാവും. ഈ 2ഉം കൂടി ചേർന്ന് തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പറയുന്നതേ കേൾക്കൂ, മറ്റാര് പറയുന്നതും കേൾക്കില്ല. അവിടെ എനിക്ക് സ്ഥിരം പോസിറ്റിവിറ്റി മാത്രം മതി, എപ്പോഴും ഹാപ്പിനെസ് മാത്രം മതി എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ എല്ലായ്പ്പോഴും ഹാപ്പി ആവാൻ പറ്റും. എന്തോ ആയിക്കോട്ടെ, ആർക്കും ബോൾ അടിക്കാൻ പറ്റാതെ നിങ്ങളുടെ തോട്ട്സ് ആകുന്ന ബോളിനെ ഏത് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണം, ആ കോർട്ടിൽ അവിടെ കളിപ്പിക്കാൻ, ആ ലൈറ്റ് കത്തിക്കാൻ, ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്, ചെയ്തു നോക്കണം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ പൂർണ്ണമായ അധികാരം നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.